പാർട്ടി ഗ്രാമമൊന്നുമല്ല, പാർട്ടി ഗ്രാമമൊന്നുമല്ല. നിഷാദ് റാവുത്തർ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് പാനൂരിലേക്ക്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക 26 പേരുടെ രക്തസാക്ഷി മണ്ഡപങ്ങളാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ കൊടുത്ത് RSSനെ പ്രതിരോധിച്ച ചരിത്രമുള്ള മണ്ണാണ് പാനൂർ. അവിടെ പാർട്ടി ഗ്രാമങ്ങളില്ല. സാധാരണക്കാർ, അവിടുത്തെ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ സമരം ചെയ്ത് അവിടുത്തെ RSSനെ നേരിട്ട്, RSS നാഗ്പൂരിൽ നിന്ന് തീരുമാനിച്ചു വന്ന്, സംഘപരിവാർ തീരുമാനിച്ചു വന്ന് അക്രമം നടത്തിയ മണ്ണാണ് പാനൂർ. ഞങ്ങളെപ്പോലുള്ളവർ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ നമുക്ക് വേണ്ടി മരിച്ചു വീണത് കൊണ്ടാണ്. പാർട്ടി ഗ്രാമമൊന്നുമല്ല പാനൂർ. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് പക്ഷേ പാനൂരിലെ പാർട്ടി വളർന്നിട്ടുണ്ട്. അത് വളർന്നത് ഇതുപോലെ ത്യാഗം സഹിച്ചിട്ടാണ്. അത് ആ ത്യാഗത്തിന്റെ വില നിങ്ങൾ CPIM-കാരല്ല എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ ഘടകം വരെ ആവർത്തിച്ച് അവകാശപ്പെടുകയാണ്. അല്ല, ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കൊട്ടേഷൻ സംഘങ്ങളുടെ ബോംബിനെ CPM-ന്റെ തലയിൽ ചാരി വെക്കുകയാണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ. TP ചന്ദ്രശേഖരൻ മരണപ്പെട്ട സമയത്ത് പാർട്ടി അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പാർട്ടിയല്ല ചെയ്തത്. പക്ഷേ അതിനുശേഷം പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായ കുഞ്ഞനന്തനെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഈ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന ഷിജാൽ വർക്ക് ചെയ്യുന്ന കോറിയുടെ ഉടമസ്ഥൻ ജ്യോതി ബാബുവിൻ്റെയും അതുപോലെ തന്നെ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ മകൻ വിനോദൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരൊക്കെ പാർട്ടി അന്വേഷണത്തിനകത്ത് നിരപരാധിത്വം തെളിയിക്കപ്പെട്ട ആളുകളല്ലേ. ഇപ്പോൾ വടകരയിലെ കൃഷ്ണൻ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് CPM-ന്റെ പ്രതിനിധി അവർ ജയിലിലിട്ടത്? എന്തുകൊണ്ടാണ് അകാരണമായി CPM-ന്റെ നേതാക്കളെ, നിങ്ങളുടെ ഏരിയ കമ്മിറ്റി നേതാക്കളെ ജയിലിലിട്ടതിൻ്റെ പേരിൽ നിങ്ങളൊരു വലിയ സമരം നടത്താത്തത്? നിങ്ങളുടെ മരണപ്പെട്ട നിങ്ങളുടെ പാർട്ടിയുടെ എല്ലാമായ കുഞ്ഞനന്തൻ്റെ ഭാര്യയോട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ ഒരു പ്രതികരണം നടത്താത്തത്?